2023 ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മളൊരു ഗ്രാഫ് യൂളേറിയൻ ആണ്. അതിൽ നമ്മൾ ഫ്ലൂരീസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു ട്രയൽ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് യൂളർ ടൂർ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഫ്ലൂരീസ് അൽഗോരിതം എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു ട്രയൽ എടുക്കുന്നു, നമ്മളൊരു വാക്കെടുക്കുന്നു, അതിൽ എല്ലാ എഡ്ജസിലൂടെയും ഒരു തവണ മാത്രം പാസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലൂരീസ് അൽഗോരിതം എന്ന് പറയാം. അതിന് നമ്മളിതാ ഈ 3 സ്റ്റെപ്പിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫ്ലൂരീസ് അൽഗോരിതം കിട്ടുമെന്നാണ് പറയുന്നത്. അതെന്താ, ഈ സ്റ്റെപ്പുകൾ എന്താ പറയുന്നത്, നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു V0 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് എടുക്കുക, എന്നിട്ട് നമ്മളൊരു ജംഗ്ഷൻ എത്തുന്ന വരെ ഇതിങ്ങനെ മൂവ് ചെയ്യുക, എന്നിട്ട് ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എഡ്ജ് എടുക്കുന്നത് ഇതിൽ ഏറ്റവും മിനിമമായിട്ട് നമുക്ക് പാത്ത് കിട്ടുന്നതായിരിക്കണം അല്ലേ. മിനിമമായിട്ട് നമുക്ക് എല്ലാ എഡ്ജും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അടുത്ത എഡ്ജ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു എഡ്ജ് എടുക്കുക. അങ്ങനെ നമ്മൾ മുഴുവനാക്കി, നമ്മൾ ഈ പാത്തിലുള്ള ഈ വാക്ക് മുഴുവനാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അൽഗോരിതം എന്ന് പറയുന്നത് എല്ലാ എഡ്ജസിലൂടെയും മിനിമം നമ്പർ ഓഫ് ടൈംസ് മാത്രം മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൂരീസ് അൽഗോരിതം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്താ, നമ്മളൊരു യൂളറിയൻ ഗ്രാഫിൽ ഫ്ലൂരീസ് അൽഗോരിതം വെച്ചിട്ട് നമ്മളൊരു ട്രയൽ എടുത്തു കഴിഞ്ഞാൽ അത് യൂളർ ടൂറാണെന്ന് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു യൂളറിയൻ ഗ്രാഫാണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഫ്ലൂരീസ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വാക്കുണ്ടല്ലോ, അതിനെ ഞാൻ WN എന്ന് വിളിക്കുന്നു. ഈ WN V0 നിന്ന് VN വരെയുള്ള പാത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഈ വാക്ക് ടെർമിനേറ്റ് എവിടെയാണ്, VN ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഈ VN GN കാണാം. VN പറയുമ്പോൾ GNൻ്റെ ഇക്വേഷൻ ഇത് നമ്മുടെ ഗ്രാഫിൽ നിന്ന് ഈ VN എത്തുന്നതിൻ്റെ മുന്നേ വരെയുള്ള എല്ലാ എഡ്ജസും അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ GN എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു ഗ്രാഫിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു വെർട്ടീസസ് നമ്മൾ എടുത്തു. ആ വെർട്ടീസസിന് തൊട്ട് മുന്നേയുള്ള എല്ലാ എഡ്ജും ഞാനങ്ങ് ഒഴിവാക്കി. അപ്പോൾ എന്താ വരിക, അതിൻ്റെ ഡിഗ്രി 0 അല്ലേ വരിക. അപ്പോൾ അതിൻ്റെ ഡിഗ്രി 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ ഫസ്റ്റ് വേർട്ടെക്സും ലാസ്റ്റ് വേർട്ടെക്സും ഈക്വലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, നമ്മുടെ WN എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ട്രയലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, ക്ലോസ്ഡ് ട്രയലാണെന്ന് കിട്ടി അല്ലേ. നമ്മൾ WN എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ട്രയലാണെന്ന് കിട്ടി. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുകയാണ്, നമ്മൾ WN എന്ന് പറഞ്ഞാൽ ഒരു യൂളർ ടൂർ അല്ല എന്ന് അസ്യൂം ചെയ്യാം. ഇപ്പം നമുക്ക് എന്താ കിട്ടി, യൂളറിയൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് ട്രയൽ ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, യൂളർ ടൂർ അല്ല എന്ന് അസ്യൂം ചെയ്യാം. യൂളർ ടൂർ അല്ല എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മുടെ ഗ്രാഫിലെ ഒരു S എന്ന് പറയുന്ന GN പോസിറ്റീവ് ഡിഗ്രി ഉള്ള ഒരു വേർട്ടെക്സ് എടുക്കുക. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ആ വേർട്ടെക്സിൽ നിന്ന് പുറത്തേക്കായിരിക്കണം നമ്മുടെ വാക്ക് പോകുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന വാക്കിനാണ് നമ്മൾ S എന്ന് കൊടുത്ത് ആ ഒരു വേർട്ടെക്സ് അടങ്ങുന്നത്. ഇനി ഞാൻ S' ആരാ ഉണ്ടാവുക, നമ്മുടെ ഗ്രാഫിൽ നിന്ന് S ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ S' ഉണ്ടാവുക. ഇനി ഞാൻ VN എന്ന് പറയുന്ന ടേം നമ്മുടെ ഈ S' നിന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള M എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ എടുക്കുകയാണ്, സച്ച് ദാറ്റ് VM ബിലോങ്സ് ടു S. അങ്ങനെയാണെങ്കിൽ VM S-ലാണെങ്കിൽ ഇതെന്തായാലും ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രയൽ അല്ലേ. അപ്പോൾ VM എന്ന് ഒരാൾ എന്തായാലും ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഞാൻ അതിന് VM+1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ VM ഇവിടെ ഉണ്ടെങ്കിൽ VM+1 ഇവിടെ ഉണ്ടാവും, S' ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ S-നെ എടുത്തിട്ടുള്ളത് പുറത്തേക്ക് പോകുന്ന ഒരു വാക്കായിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ VM എന്ന് VN+1 ഒരാളെടുത്തു. ഇനി നോക്കിയേ, നമ്മുടെ GM എടുത്തു കഴിഞ്ഞാൽ GM എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള എല്ലാ എഡ്ജസും അങ്ങ് ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ GM-ൽ ഈ കാണുന്ന ഈ എഡ്ജ് ഉണ്ടാവുമല്ലോ, ഈ എഡ്ജ് ഏതാ, EM+1 എന്ന് പറഞ്ഞ എഡ്ജാണ്. ഈ എഡ്ജ് ഇതിൻ്റെ കട്ട് എഡ്ജായിട്ട് ആക്ട് ചെയ്യും, അല്ല ഈ S-ൻ്റെയും S'-ൻ്റെയും കട്ട് എഡ്ജായിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മുടെ ഈ VM-നോട് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന എഡ്ജുകൾ ഉണ്ടാവും അല്ലേ, വേറെ എഡ്ജുകളൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് ഈ VM-ലേക്ക് വരുന്ന വേറെ എഡ്ജുകൾ ഉണ്ടാവും. ഈ എഡ്ജുകളൊക്കെ കട്ട് എഡ്ജ് ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ എഡ്ജുകളൊക്കെ കട്ട് എഡ്ജുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലേക്കൊരു വേർട്ടെക്സ് വരിക എന്ന് പറയുമ്പോൾ ഇതെന്തായി, നെഗറ്റീവ് ഡിഗ്രി ആയില്ലേ. നെഗറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിലുള്ള VM-ഉം ഈ VN-കളൊക്കെ ഈക്വലായി. അപ്പോൾ VM-ഉം VN-കളൊക്കെ ഈക്വലായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, GM ഓഫ് S GN ഓഫ് X ഈക്വലായി എന്ന് പറയാൻ പറ്റും. ഇനി GM ഓഫ് S ഡിഗ്രി നോക്കിയേ, GM ഓഫ് S ഡിഗ്രി ഈവണായി എന്ന് വെച്ചാൽ GM ഓഫ് S ഒരു കട്ടെഡ്ജ് ഇല്ല എന്നായില്ലേ അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ഈ കോൺട്രഡിക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതൊരു യൂളറിയൻ ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ട്രയൽ
നമ്മൾ ഒരു ഫ്ലൂറീസ് അൽഗോരിതം വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യൂളർ ടൂർ ആയിരിക്കും എന്ന് പറയാൻ പറ്റും.